നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സർക്കാരിന്റെ ഓണസമ്മാനം ക്ഷേമ പെൻഷൻകാർക്ക് 3200 രൂപ വീതം. 2 ഗഡുവിന്റെ വിതരണം നാളെ മുതൽ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും. ഇതിനായി 1679 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുന്നത്. ആഗസ്റ്റിലെ പെൻഷന് പുറമെ 1 ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത്. ശനിയാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും. 26 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8.25 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 48.25 കോടി രൂപയുടെ സംസ്ഥാന മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. നടാലിൽ ഫോട്ടോഗ്രാഫി മ്യൂസിയം സ്ഥാപിക്കും. സർക്കാർ ഉടമസ്ഥതയിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഫോട്ടോഗ്രാഫി മ്യൂസിയം നടാലിൽ സ്ഥാപിക്കും. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ആലോചന യോഗത്തിലാണ് തീരുമാനം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 1 മാസത്തിനുള്ളിൽ മ്യൂസിയത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു. ക്യാമറകളുടെ പരിണാമം, വിവിധ കാലഘട്ടങ്ങളിലുള്ള ക്യാമറകളുടെ പ്രദർശനം, ഫോട്ടോ പ്രിന്റിംഗ്, മാധ്യമങ്ങളും ഉപകരണങ്ങളും, ഫോട്ടോ ഫിലിം പ്രിന്റിംഗ്, പേപ്പറുകൾ, ലാബ് ഉപകരണങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ പ്രദർശനം, ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർമാരുടെ ചരിത്ര നിമിഷങ്ങൾ, കേരളത്തിലെ പ്രശസ്ത ഫോട്ടോഗ്രാഫർമാർ അവരുടെ ചിത്രങ്ങൾ, ജീവചരിത്രം, പ്രൊജക്ഷൻ റൂം, വെർച്വൽ റിയാലിറ്റി പ്രൊജക്ഷൻ, ഡിജിറ്റൽ ലൈബ്രറി, എക്സിബിഷൻ ഹാൾ എന്നിവയാണ് മ്യൂസിയത്തിൽ സജ്ജമാക്കുക. ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ്, സെമിനാറുകൾ എന്നിവ നടത്തുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കും. സംസ്ഥാന സർക്കാർ 2025-26 ബജറ്റിൽ ഇതിനായി 50 ലക്ഷം രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. യോഗത്തിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള, വൈസ് പ്രസിഡന്റ് KP ബാലഗോപാൽ, പഞ്ചായത്ത് അംഗങ്ങളായ C സഞ്ജന, EK സുരേഷൻ, KV ജയരാജൻ, CM പ്രസീത ടീച്ചർ, മ്യൂസിയം വകുപ്പ് ഡയറക്ടർ PS മഞ്ജുള ദേവി, മ്യൂസിയം തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഗജമുക്തി ദൗത്യം പുനരാരംഭിക്കും. ആറളത്ത് മിഷൻ ഫെൻസിംഗ് പുരോഗമിക്കുന്നു. ആറളം ഫാം പ്രദേശത്തും പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിരിക്കുന്ന കാട്ടാന കൂട്ടങ്ങളെ തുരത്താൻ ആരംഭിച്ച ഗജമുക്തി ദൗത്യത്തിന്റെ ഭാഗമായി ആറളം ഫാം മേഖലയിൽ നടപ്പാക്കിയ മിഷൻ ഫെൻസിംഗ് പുരോഗമിക്കുന്നു. ഗജമുക്തി ദൗത്യം അടുത്ത ആഴ്ച പുനരാരംഭിക്കും. ഗജമുക്തി ദൗത്യത്തിൽ കാടുകയറ്റിയ ആനകൾ തിരിച്ചു വരാതിരിക്കാനാണ് ഓപ്പറേഷൻ ഫെൻസിംഗ് നടപ്പാക്കുന്നത്. ആനമതിൽ ദുർബലമായ സ്ഥലങ്ങളിൽ ടൂൾ റൂം സാമഗ്രികൾ ഉപയോഗിച്ച് വനം വകുപ്പ് ജീവനക്കാർ താൽക്കാലിക വൈദ്യുത തൂക്കുവേലി നിർമ്മിക്കുന്നതിനും നിലവിലുള്ള കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യുന്നത്. ആഗസ്റ്റ് 11 ആരംഭിച്ച ഗജമുക്തി ദൗത്യം പ്രതികൂല കാലാവസ്ഥ മൂലം 2 ദിവസം മാത്രമാണ് പൂർണ്ണ തോതിൽ നടത്താൻ തീരുമാനിച്ചത്. കനത്ത മഴയെ തുടർന്ന് വയർലെസ് സംവിധാനം ഉപയോഗിക്കാൻ കഴിയാത്തതും പടക്കം പൊട്ടിക്കാൻ കഴിയാത്തതുമാണ് തിരിച്ചടിയായത്. ഇതേ തുടർന്നാണ് തൂക്കുവേലി നിർമ്മാണം തുടങ്ങിയത്. ആറളം ഫാം, പഞ്ചായത്ത്, പോലീസ്, റവന്യൂ വകുപ്പുകളുടെ സഹകരണത്തോടെ വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഗജമുക്തി ദൗത്യം ആരംഭിച്ചത്. ദൗത്യത്തിന്റെ ഭാഗമായി ആറളം ഫാം പുനരധിവാസ മേഖലകളിൽ നിന്നും 11 ആനകളെ കാടുകയറ്റിയിരുന്നു. നിലവിൽ ആറളം ഫാമിലെ ജനവാസ മേഖലയിൽ നിന്ന് ആനകളെ തുരത്തുന്നതിനായി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവയെ കാടുകയറ്റുന്നതിനുള്ള ഗജമുക്തി ദൗത്യം അടുത്ത ആഴ്ചയിൽ പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മേഖലയിലുള്ള മുഴുവൻ ആനകളെയും കാടുകയറ്റുന്നതുവരെ ഓപ്പറേഷൻ ഗജമുക്തിയും മിഷൻ ഫെൻസിംഗും തുടരുമെന്നും അധികൃതർ അറിയിച്ചു. വ്യോമയാന മേഖലയിൽ നിക്ഷേപ സാഹചര്യം ഒരുക്കാൻ കേരളാസ് ഏവിയേഷൻ സമ്മിറ്റ് 2025 ശനിയാഴ്ച കൊച്ചിയിൽ തുടക്കമാകും. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് ആണ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനത്തിന് താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഹോട്ടൽ വേദിയാകും. 23 വൈകിട്ട് 5:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം മുഖ്യമന്ത്രിയും സിയാൽ ചെയർമാനുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസായ മന്ത്രിയും സിയാൽ ഡയറക്ടറുമായ P രാജീവ് അധ്യക്ഷത വഹിക്കും. കേരള സർക്കാർ വ്യോമഗതാഗത വികസനത്തിന് രൂപപ്പെടുത്തിയിട്ടുള്ള കരട് വ്യോമയാന നയരേഖയും പശ്ചാത്തലത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേരളം ആഗോള
രംഗത്ത് ശക്തമായ ചുവടുവയ്പ്പുകൾ നടത്തുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക, പുതിയ നിക്ഷേപങ്ങളും തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കുക, വിനോദസഞ്ചാര വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. രാഹുലിനെതിരെ പ്രതിഷേധം ശക്തം. MLA സ്ഥാനം രാജിവെക്കണം. ഓഫീസിലേക്ക് SFI മാർച്ച്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതര വെളിപ്പെടുത്തലുകൾ വന്നതിന് പിന്നാലെ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം അലയടിക്കുന്നു. പാലക്കാട് MLA ഓഫീസിലേക്ക് SFI പ്രതിഷേധ മാർച്ച് നടത്തി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും വിദ്യാർത്ഥികൾ ബാരിക്കേഡുകൾ മറികടന്ന് MLA ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു. ഒന്നിന് പുറകെ ഒന്നായി യുവതികളുടെ ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ അടൂരിലെ വീട്ടിൽ നിന്നും രാഹുൽ പുറത്തിറങ്ങിയിട്ടില്ല. മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ സ്വകാര്യ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാനോ രാഹുൽ തയ്യാറായിട്ടില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളെല്ലാം ഒഴിവാക്കി. പ്രതിഷേധം ഭയന്ന് മണ്ഡലമായ പാലക്കാട്ടേക്ക് പോകുന്നതും MLA തീരുമാനിച്ചിട്ടില്ല. ഒരു യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശവും മറ്റു ചില യുവതികൾക്ക് അയച്ച അശ്ലീല സന്ദേശങ്ങളും പുറത്തു വന്നതോടെ വ്യാഴം ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണാനാണ് രാഹുൽ പുറത്തിറങ്ങിയത്. എന്നാൽ പുറത്തു വന്ന സംഭാഷണത്തിലോ ശബ്ദം തന്റേതാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പോലും നൽകാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയുകയാണെന്ന് പറഞ്ഞ് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇതിന് പിന്നാലെ രാഹുൽ ചില യുവതികൾക്ക് അയച്ച മറ്റു ചില മോശമായ ചാറ്റുകളും പുറത്തു വന്നിരുന്നു. തന്നോടും മോശമായ രീതിയിൽ രാഹുൽ പെരുമാറിയെന്നും ബലാത്സംഗം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ട്രാൻസ്വുമണായ അവന്തികയും വെളിപ്പെടുത്തി. പിന്നീടും രാഹുലിനെതിരായ പരാതികൾ വിവിധ മാധ്യമങ്ങളുടെ പല യുവതികളും തുറന്നു പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചെന്ന് ഒരു യുവതി റിപ്പോർട്ടർ TVക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം സജീവ ചർച്ചയാകുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ രാഹുൽ തയ്യാറാകാത്തത്. രാഹുലിന്റെ ഗോഡ്ഫാദറായി വിശേഷിക്കപ്പെടുന്ന ഷാഫി പറമ്പിൽ MP ആകട്ടെ വിവാദങ്ങൾ ചർച്ചയായ നിമിഷം മുതൽ മാധ്യമങ്ങളുടെ മുന്നിൽ പെടാതെ ഒളിച്ചോടുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഫ്ളാറ്റിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളെ കാണാതെ ബീഹാറിലേക്ക് പോകുകയായിരുന്നു ഷാഫി. രാഹുലിനെ വിവാദ വിഷയങ്ങളിലെല്ലാം ഷാഫി സംരക്ഷിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗബാധ ഉണ്ടാകുന്നത്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിലുണ്ടാകുന്ന സുഷിര വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. 97% മരണനിരക്കുകളും രോഗമാണിത്. രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല. രോഗാണുബാധ ഉണ്ടായാൽ 5 മുതൽ 10 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു. രോഗാണുക്കൾ നെഗ്ലേറിയ ഫ്ലോറി, അക്കാത്തമീബ, സാപ്പിനിയ, ബാലമുഥിയ, വെർബീമിയ എന്നീ അമീബ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് എൻസെഫലൈറ്റിസ് ഉണ്ടാകുന്നത്. ലക്ഷണങ്ങൾ തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട്, വെള്ളത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. കുഞ്ഞുങ്ങളിൽ പൊതുവായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള വിമുക്ത, നിഷ്ക്രിയമായി കാണപ്പെടുക, സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവ. രോഗം ഗുരുതരാവസ്ഥയിലായാൽ ഓർമ്മക്കുറവ്, അപസ്മാരം, ബോധക്ഷയം എന്നിവയും ഉണ്ടാകുക. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്താൽ ആ വിവരം ഡോക്ടറെ നിർബന്ധമായും അറിയിക്കണം. തലശ്ശേരി നഗരത്തിലെ ഓണത്തിരക്ക് നിയന്ത്രിക്കാൻ നടപടിയുമായി ട്രാഫിക് റെഗുലേറ്ററി. തലശ്ശേരി നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഓണത്തോടനുബന്ധിച്ചുള്ള നഗരത്തിലെ തിരക്കുകൾ നിയന്ത്രിക്കാൻ പൂക്കച്ചവടത്തിനായി സ്റ്റേഡിയം പരിസരം ഉപയോഗിക്കാൻ യോഗത്തിൽ തീരുമാനമായി. പഴയ ബസ് സ്റ്റാൻഡിലെ പൂക്കച്ചവടം പൂർണ്ണമായും നിരോധിക്കും. നിലവിൽ തെരുവു കച്ചവടം നിരോധിച്ച NCC റോഡ്, MG റോഡ് എന്നിവിടങ്ങളിലും കച്ചവടം അനുവദിക്കില്ല. ഓണത്തിരക്ക് നിയന്ത്രിക്കാൻ അവധിക്കാലത്ത് സ്കൂൾ ഗ്രൗണ്ടുകൾ പാർക്കിങ്ങിനായി പ്രയോജനപ്പെടുത്തും. അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടി സ്വീകരിക്കും. തിരക്കുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ വ്യാപാരികളുടെ സഹകരണത്തോടെ സെക്യൂരിറ്റി ഗാർഡുകളെ ഏർപ്പാടാക്കാനും സൗകര്യ പാർക്കിംഗ് കേന്ദ്രങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യും. നഗരസഭ നിഷ്കർഷിക്കുന്ന രീതിയിൽ കൂടുതൽ അളവിൽ പരസ്യങ്ങൾ ഉണ്ടെങ്കിൽ ട്രാഫിക് സൂചനാ ബോർഡുകൾ നീക്കം ചെയ്യും. തലശ്ശേരി നഗരസഭ പരിധിയിൽ സ്ഥിര താമസമുള്ള നിലവിൽ അപേക്ഷിച്ചിട്ടുള്ളവരുടെ TMC നമ്പറുകളുടെ നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തീകരിച്ച് ഓട്ടോകൾക്ക് നമ്പർ കൊടുക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. വൈസ് ചെയർമാൻ MV ജയരാജൻ, നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, RTO, പോലീസ്, റവന്യൂ, PWD, ട്രാഫിക് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.
രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇനി കുടുംബശ്രീ ജെൻഡർ ബ്രിഗേഡ് ജില്ലയിലെ ആദ്യ ഗ്രൂപ്പ് അഴീക്കോട് പഞ്ചായത്തിൽ. ദുരന്തമുഖങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇനി കുടുംബശ്രീ വനിതകളും കുടുംബശ്രീ ജില്ലാ മിഷൻ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്റർ എന്നിവയുടെ കീഴിൽ ജില്ലയിലെ ആദ്യ ജെൻഡർ ബ്രിഗേഡ് ഗ്രൂപ്പ് അടിയന്തര വൈദ്യസഹായം, മാനസിക പിന്തുണ, താൽക്കാലികമായി അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റൽ, ശുചീകരണം, ഭക്ഷണം എത്തിച്ചു നൽകൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ജെൻഡർ ബ്രിഗേഡ് പ്രവർത്തകർ ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ CDS മെമ്പർമാരാണ് ഗ്രൂപ്പിലെ അംഗങ്ങൾ. രണ്ടാം ഘട്ടത്തിൽ തൽപരരായ അയൽക്കൂട്ട അംഗങ്ങൾക്കും ഓക്സിലറി അംഗങ്ങൾക്കും ഭാഗമാകാം. ജെൻഡർ ബ്രിഗേഡ് ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം അഴീക്കോട് ചടയൻ സ്മാരകത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അജീഷ് നിർവഹിച്ചു. ദുരന്ത സാഹചര്യത്തിൽ ആർട്ട് തെറാപ്പിയിലൂടെ മാനസിക സാമൂഹിക പരിചരണം എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റുമാരായ നീതു മഹേഷ്, ജിത എന്നിവർ ക്ലാസ് എടുത്തു. അഴീക്കോട് CDS ചെയർപേഴ്സൺ പ്രീത, സ്നേഹിത, സ്റ്റാഫ് ബിബിത, CDS പ്രവർത്തകൻ എന്നിവർ പങ്കെടുത്തു. സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. കണ്ണൂർ ജില്ലാ അഗ്രികോൾട്ടിക്കൾച്ചർ സൊസൈറ്റി തയ്യൽ ഉരുവച്ചാൽ വടക്കൻ കോവിൽ വീട്ടിൽ VK രത്നവല്ലി, KP ദേവരാജൻ ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി കൈമാറി. ജനങ്ങൾ തീരുമാനിച്ചാൽ എന്തും സാധ്യമാണെന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് സ്നേഹവീടെന്ന് മന്ത്രി പറഞ്ഞു. 10.5 ലക്ഷം രൂപ മുടക്കിയാണ് 2.5 സെന്റ് സൊസൈറ്റി വീട് നിർമ്മിച്ചു നൽകിയത്. സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തിൽ നിന്നുള്ള ലാഭമാണ് സന്നദ്ധ പ്രവർത്തനത്തിനായി ചെലവഴിച്ചത്. ഗൃഹോപകരണങ്ങൾ സൊസൈറ്റിയിലെ മറ്റു മെമ്പർമാർ സ്പോൺസർ ചെയ്തു. നിർമ്മാണ സാമഗ്രികൾ കടത്തുകൂലി ഇല്ലാതെ നാട്ടുകാർ സന്നദ്ധ പ്രവർത്തനമായി നിർമ്മാണ സ്ഥലത്ത് എത്തിച്ചു നൽകി. നാട്ടുകാരും സംഘാടക സമിതി ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ 4 മാസം കൊണ്ടാണ് വീട് നിർമ്മാണം പൂർത്തിയായത്. പരിപാടിയിൽ ADM കലാഭാസ്കർ അധ്യക്ഷയായി. കൗൺസിലർ CH ആസിമ, അഗ്രികോൾട്ടിക്കൾച്ചർ സൊസൈറ്റി സെക്രട്ടറി PV രത്നാകരൻ, വൈസ് പ്രസിഡന്റുമാരായ BP റൌഫ്, ഡോക്ടർ KC വത്സല, K ഷഹാസ് എന്നിവർ സംസാരിച്ചു. CF ദിലീപ് കുമാർ PRD കണ്ണൂർ മേഖല ഡെപ്യൂട്ടി ഡയറക്ടറായി ചുമതലയേറ്റു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് കണ്ണൂർ മേഖല ഡെപ്യൂട്ടി ഡയറക്ടറായി CF ദിലീപ് കുമാർ ചുമതലയേറ്റു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ ചുമതലയാണുള്ളത്. PRD ഡയറക്ടറേറ്റ് പബ്ലിക്കേഷൻ വിഭാഗത്തിൽ ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിൽ സർക്കുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ, ലോട്ടറി ഡയറക്ടറേറ്റിൽ PRO, കൊല്ലം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, വനംവകുപ്പ് ആസ്ഥാനത്ത് PRO, തൊഴിൽ വകുപ്പ് കമ്മീഷണറേറ്റിൽ PRO എന്നീ ജോലികൾ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, PRD പബ്ലിക്കേഷൻസ് വിഭാഗം, ഡയറക്ടറേറ്റ് പ്രസ് റിലീസ് എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് എഡിറ്ററായും പ്രസ് റിലീസ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൊല്ലം സ്വദേശിയാണ്. ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.